തീർച്ചയായിട്ടും എല്ലാ തരത്തിലുള്ള പ്രതിരോധവും തീർക്കും. നേരത്തെയൊക്കെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അന്വേഷണം വരുമ്പോഴും കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്ത് പല വിഷയങ്ങളിൽ വരുമ്പോഴും CPM രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന സ്റ്റേറ്റ്മെന്റിലാണ് പ്രതിഷേധം ഒതുക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. നേരിട്ട് സമരരംഗത്തേക്ക് ഇറങ്ങുകയാണ് CPM. സംസ്ഥാന നേതാക്കളടക്കമുള്ളവർ സമരരംഗത്തേക്ക് ഇറങ്ങുന്നു. അല്പസമയം മുമ്പ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം അവസാനിച്ചു. 11 മണിക്ക് AKG സെന്ററിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണും. പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ ഔദ്യോഗിക നിലപാട് പ്രഖ്യാപിക്കും. അതിനുമുമ്പ് തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം KK ജയചന്ദ്രനും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ V ശിവൻകുട്ടിയും V ജോയും അടക്കമുള്ളവർ പിണറായിയുടെ ബേക്കറി ജംഗ്ഷനിലെ വസതിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ നേതാക്കൾ അവിടെ എത്തും. അവിടെ നിന്നും പ്രതികരണങ്ങൾ ഉണ്ടാകും. അതായത് CPM നേതൃത്വം ഒന്നടങ്കം ഇറങ്ങുകയാണ്. പിണറായി വിജയൻ എന്ന തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ, പൊളിറ്റ് ബ്യൂറോ അംഗത്തെ, ഏറ്റവും തലപ്പൊക്കമുള്ള നേതാവിനെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ കുടുംബാംഗത്തിനെതിരെയുള്ള അന്വേഷണം പിണറായി ലക്ഷ്യമിട്ടുള്ള നീക്കമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് CPM അത്തരമൊരു നീക്കം നടത്തുന്നത്. ആ രീതിയിൽ രാഷ്ട്രീയ പ്രതിരോധത്തിന് അവർ തയ്യാറെടുക്കുന്നത്. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ശക്തമായ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകും. പിണറായി വിജയൻ ഇപ്പോഴുള്ളത് ബേക്കറി ജംഗ്ഷനിലെ വസതിയിലാണ്. റെയ്ഡ് തുടങ്ങിയ ആദ്യത്തെ 3 മണിക്കൂറുകളിൽ CPMന്റെ നേതാക്കളാരും അവിടെ എത്തിയില്ല. അവിടെ ആദ്യം എത്തിയത് സംസ്ഥാന സമിതി കൂടിയായ A സജീവനാണ്. പിന്നീട് ഇപ്പോൾ മറ്റു നേതാക്കളും ശിവൻകുട്ടി അടക്കമുള്ള നേതാക്കളും പ്രാദേശിക നേതാക്കളും ഒക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പിണറായി വിജയൻ ആ വീട്ടിനുള്ളിലാണുള്ളത്. അവിടെ അദ്ദേഹത്തെ സ്വാഭാവികം അദ്ദേഹം ഇതൊരു റെയ്ഡ് നടക്കുമ്പോൾ സ്വാഭാവികം അവിടെ ആർക്കും പുറത്തേക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ EDയുടെ ആ രീതിയിലുള്ള ഒരു കസ്റ്റഡിയിൽ പിണറായി വിജയൻ ഉള്ളപ്പോൾ അദ്ദേഹം കേസിൽ പ്രതിയല്ല. അദ്ദേഹത്തിനെതിരെ അന്വേഷണമില്ല എങ്കിൽ പോലും ആ വീട്ടിൽ അദ്ദേഹത്തിന് പുറത്തു പോകാൻ കഴിയില്ല. CPMന്റെ ഏറ്റവും മുതിർന്ന നേതാവ്, മുൻ മുഖ്യമന്ത്രി, പ്രതിപക്ഷ അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ പിന്തുണയുമായി CPM നേതാക്കൾ ഒന്നടങ്കം അവിടേക്ക് എത്തിയേക്കും. ഒരുപക്ഷെ ഈ സംസ്ഥാന സെക്രട്ടറിക്ക് ശേഷമുള്ള വാർത്താ സമ്മേളനം കഴിഞ്ഞ് MV ഗോവിന്ദൻ ഒരുപക്ഷെ അവിടേക്ക് പോയേക്കാം. അവിടേക്കാണോ പ്രതിഷേധ പ്രകടനം എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. CPM കീഴടങ്ങൾക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു. തയ്യാറെടുക്കുക, പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാകും, തലസ്ഥാനത്ത് പ്രതിഷേധ പ്രകടനം ഉണ്ടാകും. അതിന് തയ്യാറെടുക്കാനുള്ള നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ജില്ലാ നേതൃത്വത്തിലേക്ക് പോയിട്ടുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട 2 നേതാക്കളെ കൂടി ശിവൻകുട്ടിയെയും അതുപോലെ തന്നെ ജോയിയെ വിളിച്ചു വരുത്തിയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിനിടെ വിളിച്ചു വരുത്തിയാണ് നിർദ്ദേശം നൽകിയത്. ജോൺ ബ്രിട്ടാസ് MV സംസ്ഥാന നേതാവ് അടക്കമുള്ളവർ ഇവിടെ എത്തിയിരുന്നു. ഏതാനും മിനിറ്റുകൾക്കകം വാർത്താ സമ്മേളനം ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിന് ശേഷം CPM കൂടുതൽ പ്രതിഷേധ പരിപാടികളിലേക്ക് അടക്കം. സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ഒക്കെ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് നമ്മൾ കണ്ണൂരിലൊക്കെ P ജയരാജനെ പോലെയുള്ളവർ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് മുൻനിരയിൽ ഇരുന്നുകൊണ്ട് പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം നൽകുന്നു. മുഹമ്മദ് റിയാസ് നേരത്തെ ഫേസ്ബുക്കിലൂടെ നിലപാട് വ്യക്തമാക്കി. കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും അടക്കമുള്ളവർ ഈ വിഷയത്തിൽ നിലപാടുമായി രംഗത്ത് വന്നു. അങ്ങനെ CPM അവരുടെ എല്ലാ സംഘടനാ ശേഷിയും എടുത്തുകൊണ്ട് തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനെ, പ്രതിപക്ഷ നേതാവിനെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന്റെ കണ്ണൂരിലെ വസതിയിലും തിരുവനന്തപുരത്തെ വാടക വീട്ടിലും അടക്കമുള്ള ഈ റെയ്ഡ് നടക്കുമ്പോൾ CPM അവരുടെ സംഘടനാ ശേഷി മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് അത് രാഷ്ട്രീയമായി തന്നെ നേരിടാൻ തീരുമാനമെടുക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ നീക്കങ്ങളൊക്കെ നടത്തുന്നത്. സമാനതകളില്ലാത്ത ഒരു നീക്കമായി ഇതിനെ കാണണം. കാരണം നേരത്തെ CPMന്റെ ഇത്ര പ്രധാനപ്പെട്ട നേതാക്കളുടെ വസതികളിലേക്ക് നേരിട്ട് അന്വേഷണം എത്തിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ പിണറായി വിജയൻ എന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന്റെ വസതിയിലേക്കാണ്, അദ്ദേഹത്തിന്റെ മകളിലേക്കാണെങ്കിൽ പോലും അത് എത്തി നിൽക്കുക പിണറായിലേക്കാണ്. പിണറായി ലക്ഷ്യമിട്ടുള്ള നീക്കമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് CPMന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഒരു കാര്യം കൂടി ഇതിലുള്ളത്, CPM കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത് അത് ഇന്നലെ VD സതീശൻ മുഖ്യമന്ത്രി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കാണാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു. അദ്ദേഹം അതിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നു. അങ്ങനെ ആ കൂടിക്കാഴ്ചയുമായി ഇതിനെ ബന്ധപ്പെടുത്തുകയാണ്. CPM കേന്ദ്ര കമ്മിറ്റിയുടെ വാർത്താക്കുറിപ്പിലും അല്പസമയം മുമ്പ് MA ബേബിയുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. പാർട്ടി വളരെ കൃത്യമായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന് പിന്തുണ നൽകുന്നു, മുൻ മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകുന്നു എന്നത് തന്നെയാണ്. രാഷ്ട്രീയമായ വേട്ടയാടൽ ആണ്. അവിടെ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, ഈ വിഷയത്തിൽ അന്വേഷണം നടക്കുന്നത് പിണറായി വിജയന്റെ മകൾക്ക് നേരെയാണല്ലോ എന്നുള്ളത്. പക്ഷേ അതിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല എന്നതായിരുന്നു MA ബേബിയുടെ പ്രതികരണം. മറിച്ച് ഇപ്പോൾ നടക്കുന്ന ഈ പരിശോധന അത് രാഷ്ട്രീയ വേട്ടയാടലിന്റെ ഭാഗം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഒരു കേസ് ഉണ്ട് എന്ന് നമുക്കറിയാം. കേസിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എക്സാലോജിക്കിന്റെ ഉടമയായിട്ടുള്ള വീണ വിജയൻ ആണ് എന്ന് നമുക്കറിയാം. വീണ വിജയനുമായി ബന്ധപ്പെട്ട മുഴുവൻ ഇടങ്ങളിലുമാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. അതിലിപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ മകളാണ് എന്നതുകൊണ്ട്, പ്രതിപക്ഷ നേതാവ് കൂടെയുണ്ട് എന്നതുകൊണ്ടോ ഒക്കെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. അവർക്ക് വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഈ ശശിധരൻ കർത്തിയുടെ വസതിയിൽ പരിശോധന നടക്കുന്നുണ്ട്, ഓഫീസുകളിൽ പരിശോധന നടക്കുന്നുണ്ട്. ഇതാ നമുക്കൊരു ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ VD സതീശനെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.